നമ്മളങ്ങനെ അടുത്ത യാത്ര ആരംഭിക്കാൻ പോവാണ്. നമ്മൾ ഇപ്രാവശ്യം പോണത് ഗേറ്റ് ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ താജ് ഹോട്ടലിലാണ് നമ്മൾ ഇപ്രാവശ്യം സ്റ്റേ കൊടുത്തിരിക്കുന്നത്. അവിടേക്ക് പോവാണ്. ഫ്ലൈറ്റിലാണ് പോകണം. കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ മുംബൈയിലേക്ക് ഇനി പോകണം കേട്ടോ ഇപ്രാവശ്യത്തെ ഫ്ലൈറ്റിൽ. അല്ലാണ്ട് നമ്മൾ മറ്റുള്ള പോലെ ഇത് ട്രെയിനിലൊന്നല്ല പോകണം, ഫ്ലൈറ്റിൽ തന്നെ എടുത്തു. നമ്മൾ സുജിത്ത് ഭക്തനൊക്കെ പോകണ പോലെ തന്നെ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്രാവശ്യം. ഫ്ലൈറ്റിൽ തന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ബിസിനസ് ക്ലാസ്സിലൊന്നും പോകാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിലും എക്കോണമിയിൽ ഏറ്റവും ലോക്കൽ സീറ്റ് എടുത്തിട്ട് ഞങ്ങൾ പോകാറ്. ഫ്ലൈറ്റിൽ തന്നെ പോകാറുള്ളൂ. ട്രെയിൻ ജേണി എനിക്ക് അത്ര ഇങ്ങനെ ഇരിക്കലും എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതിനിപ്പോൾ അധികം യാത്രാ ചിലവൊന്നുമില്ല. അപ്പോൾ എത്ര 4000 രൂപയാണെന്നുള്ളൂ കൊച്ചി ടു മുംബൈ. അതായത് ഛത്രപതി ശിവാജി ടെർമിനലാണ് ഇറങ്ങാൻ കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഗേറ്റ് ഓഫ് മുംബൈ കാണണമെങ്കിൽ, ഗേറ്റ് ഓഫ് ഇന്ത്യ കാണണമെങ്കിൽ, അതായത് ഇന്ത്യ ഗേറ്റ് അല്ല, ഗേറ്റ് ഓഫ് ഇന്ത്യ, അതായത് അതേപോലെയുള്ള ഒരു സംഭവം തന്നെയാണത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഫ്ലൈറ്റിലാണ്. നമ്മൾ മുംബൈയിൽ ഇറങ്ങിയിട്ടാണ് കേസ്. അവിടെ നിന്നിപ്പോൾ ഒരു സുഹൃത്തിൻ്റെ ഒരു ടാക്സി വിളിച്ചിട്ട് പോവാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇപ്പോൾ മുംബൈയിലുള്ളൊരു സുഹൃത്ത് ടാക്സി ആയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പോവാണ്. ആ ഫ്രീക്കൊന്നല്ല കൊണ്ടുപോകണത്, പൈസയൊക്കെ നമ്മൾ അത്യാവശ്യം മേടിച്ചു. ഇപ്പോൾ അവിടെ നിന്ന് തന്നെ 1200 അവർ പറഞ്ഞു. ഇപ്പോൾ അവിടെ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ അവിടെ വിടാമെന്ന് പറഞ്ഞത് അപ്പോൾ അവർ. പിന്നെ അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ നമ്മൾ താമസിക്കുന്ന സ്ഥലം കേട്ടോ. താജ് ഹോട്ടലിലാണ് നമ്മൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്രാവശ്യം. അപ്പോൾ നല്ലൊരു ഇതാട്ടോ. ഞങ്ങളിപ്പോൾ ഏർലി മോർണിംഗാണ് വന്നത്. ഇപ്പോൾ 11 മണിക്ക് വന്നാൽ തന്നെ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. സാധാരണ ഇന്ന് മഴയൊക്കെയാണ് ഉണ്ടാവാറ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ ഞങ്ങൾ മഴയത്തായിരുന്നു കുളിച്ച് പിണ്ടിയായിട്ട് വന്നത്. ഇപ്പം ഇങ്ങനെ തന്നെ വരണമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇതും വരാം, മെട്രോയിലും വരാം ഗായ്സ്. അങ്ങനെ നമ്മൾ ഗേറ്റ് ഓഫ് ഇന്ത്യയിലെത്തി. ഈ സാധനമാണോ ഗേറ്റ് ഓഫ് ഇന്ത്യ? ഇതിപ്പോൾ പറയത്തൊക്കെ ഭംഗിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് താജ് ഹോട്ടലാണ് ഈ കാണുന്നത്. താജ് ഹോട്ടൽ